Hello students, welcome back to the spoken English and grammar class. In the previous class we discussed about the parts of speech. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എത്ര തരമുണ്ട് അവയിൽ 5 നമ്മൾ ഡിസ്കസ് ചെയ്തു. We already discussed about the first part of speech, noun, and second part of speech, pronoun, and third parts of speech, adjective, and fourth part of speech verb, and fifth type of parts of speech, adverb. So students, let's move to the next type of parts of speech. The next type, the sixth type of parts of speech, we can discuss about this type of parts of speech. Like, let me speak in Malayalam. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നൽകിയിട്ട് തന്നെ ആദ്യം പഠിക്കാം. So the examples are: the book is on the table. The book is on the table. And second example, the pen is in the box. And third example, classes begin at 10 o'clock. And next, the bus is running along the road. And 1, 2, 3, 4, fifth, most marriages are on Sunday. The next example, we write with a pen. അടിവരയിട്ട വാക്കുകൾ, ഞാൻ അണ്ടർലൈൻ ചെയ്ത വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് ശ്രദ്ധിക്കുക. ഐ എം ഗോയിങ് ടു അണ്ടർലൈൻ ഓൺ. The pen is in the box. In this, in. And classes begin at 10 o'clock. At. The bus is running along the road. Along. The most marriages are on Sunday. Sunday. And on. On. We write with a pen. Then this with. What are the peculiarities of these words on, in, at, along, and on, again on, with? What are the peculiarities? ഈ വാക്കുകൾ, ഇതിൻ്റെ മീനിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലോ. ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക്, ടേബിളിൻ്റെ മുകളിൽ ബുക്കുണ്ട്. ദ പെൻ ഈസ് ഇൻ ദ ബോക്സ്. പേന പെട്ടിയിലാണ്. ക്ലാസ്സസ് ബിഗിൻ അറ്റ് 10 o'clock. ക്ലാസ്സുകൾ 10 മണിക്ക് ആരംഭിക്കുന്നു. ദ ബസ് ഈസ് റണ്ണിങ് അലോങ് ദ റോഡ്. ബസ് റോഡിലൂടെ ഓടുന്നു. മോസ്റ്റ് മാരേജസ് ആർ ഓൺ സൺഡേ. കൂടുതൽ കല്യാണങ്ങളും സൺഡേയിലാണ്, ഞായറാഴ്ചകളിലാണ്. വി റൈറ്റ് വിത്ത് എ പെൻ. ഞങ്ങൾ പേന കൊണ്ട് എഴുതുന്നു. And I will give another example. The boy stands under the tree.
ഇതിൽ അണ്ടർ എന്ന വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു. സോ ദീസ് അണ്ടർലൈൻസ് വേർഡ്സ്, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ വാക്കുകൾ, മേൽ പറഞ്ഞ വാക്കുകൾ ഒരു വാക്യത്തിലെ നൗണിൻ്റെ മുമ്പിൽ, നൗൺ എന്ന് പറഞ്ഞാൽ അറിയാം, നാമത്തിൻ്റെ മുമ്പിൽ മറ്റു വാക്കുകളുടെ ബന്ധം സൂചിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ഇത്തരം വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയാ? ഈ ഓൺ, ഇൻ, അറ്റ്, അലോങ്, ഓൺ, അഗൈൻ, ഓൺ, വിത്ത്, അണ്ടർ, ദീസ് വേർഡ്സ് വി കോൾ ദം പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ഒരു വാക്യത്തിലെ നൗണിൻ്റെ മുമ്പിൽ വാക്കുകളുടെ ബന്ധം സൂചിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. നൗണിൻ്റെ മുമ്പിൽ ആ വാക്കുകളുടെ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ നൗൺ എന്ന് പറയുന്നത് ബുക്ക്, ടേബിള്. ഈ ടേബിളും ബുക്കും രണ്ട് നൗൺസാണ്. ഈ നൗൺസിൻ്റെ ഇടയിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ, ബന്ധം എന്താണ്, കണക്ഷൻ എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ചേർത്തിട്ടുള്ളത്. കാരണം മേശയുടെ മുകളിൽ ബുക്കുണ്ട്, അപ്പോൾ അത് മുകളിൽ എന്ന് പറയാൻ ഓൺ, ബന്ധം സൂചിപ്പിക്കും, അതാണ് ബന്ധം. ഇവിടെയും സെക്കൻഡ് എക്സാമ്പിളിലും രണ്ട് നൗൺസ് നമുക്ക് കാണാം. പെന്ന്, ബോക്സ്, രണ്ട് നൗൺസാണ്. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ തമ്മിലുള്ള ബന്ധം, പെന്ന് ബോക്സിൽ ആണ്, അതിന് വേണ്ടിയിട്ട് ഇൽ എന്നുള്ള വാക്കിന് വേണ്ടിയിട്ട് ഇൻ ഉപയോഗിക്കുന്നു. ക്ലാസ്സസ് ബിഗിൻസ് അറ്റ് 10 o'clock. ക്ലോക്ക്, ക്ലാസ്സസ്, ഇതാണ് ടു നൗൺസ് ആർ ദെയർ. സോ വി യൂസ് അറ്റ്. അറ്റ് മീൻസ് ഇൽ. ക്ലാസ് 10 മണിക്ക്, 10 മണിയിൽ. അറ്റ് എന്ന് പറഞ്ഞാൽ ഇൽ, അല്ലെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ബസ് റണ്ണിങ് അലോങ് ദ റോഡ്. റോഡും ബസ്സും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് അലോങ്. ബസ് റോഡിലൂടെ ഓടുന്നു. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒരു വാക്യത്തിൽ നൗണിൻ്റെ മുമ്പിൽ വാക്കുകളുടെ ബന്ധം സൂചിപ്പിക്കുക, രണ്ട് വാക്കുകളുടെ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇത്തരം വാക്കുകളെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടതാണ്, ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. പാർട്സ് ഓഫ് സ്പീച്ചിനെ is also called figures of speech. I already gave some examples for the seventh figure of speech or part of speech ന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നൽകിയിട്ടുണ്ട്. The first example is Sita and Lakshmi are friends. സീതയും ലക്ഷ്മിയും കൂട്ടുകാരാണ്. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. I underlined and here in this sentence. The next sentence, he worked hard but he failed in the examination. അവൻ കഠിനമായി അധ്വാനിച്ചു, പക്ഷേ അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു. In the second sentence, I underlined but. Here, he worked hard but he failed in the examination. Here I underlined but. Let's move to the next sentence. If you walk fast, you will get the train. നീ വേഗത്തിൽ നടക്കുകയാണെങ്കിൽ നിനക്ക് ട്രെയിൻ കിട്ടും. Here I underlined if. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് if എന്നാണ്. And another sentence, the child cried because he was angry. Sorry, here not angry, hungry. കുട്ടി കരഞ്ഞു കാരണം അവൻ വിശന്നിരിക്കുകയായിരുന്നു. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ബിക്കോസ് എന്നാണ്. ഇപ്രകാരം ഈ വാക്കുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് വേർഡ്സ്? ആൻഡ്, ബട്ട്, ഇഫ്, ബിക്കോസ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് വേർഡ്സ്? ഇപ്രകാരം രണ്ട് വാക്യങ്ങളെയോ അല്ലെങ്കിൽ വാക്കുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് കൺജക്ഷൻസ് എന്ന് പറയാം. അതായത് either two sentences or two nouns, അവയെ ബന്ധിപ്പിക്കാൻ, to connect two nouns or two sentences we use these words. Those words are called conjunctions.
അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാം കൺജക്ഷൻസ്. Conjunctions. So let's move to the 8th part of speech. This is our final part of speech. I have already given some examples. അതായത് ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, 3 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത മനസ്സിലാവും. ഇൻ ദീസ് ഓൾ 3 സെൻറ്റൻസസ്, ഈ എല്ലാ സെൻറ്റൻസുകളിലും വി ക്യാൻ നോട്ടീസ് സം എക്സ്ക്ലമേറ്ററി വേർഡ്സ്. നമുക്ക് കുറച്ച് എക്സ്ക്ലമേറ്ററി വേർഡ്സ്, അതായത് ആകാംക്ഷ തരുന്ന വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ചു. അവ ഏതൊക്കെയാണ്? ലെറ്റ്സ് സേ, ദ ഹൗസ് ഈസ് ബേൺ, ആ വീട് കത്തി. ഓ വാട്ട് എ സൈറ്റ്, ഓ എന്തൊരു കാഴ്ച. അലാസ് ഇറ്റ് ഹാപ്പൻഡ്, കഷ്ടം അത് സംഭവിച്ചു. ഇതൊക്കെയാണ് വേർഡ്സ്. ഇപ്പോൾ നമ്മൾ മലയാള ഭാഷയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹോ, കഷ്ടം, ഹാ, ഓ, അയ്യോ മുതലായ ചില വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സ് നമ്മൾ അത്ഭുതം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയെ പ്രകടിപ്പിക്കുന്ന ചില വാക്കുകളാണ്. ഇത്തരം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഇത്തരം എക്സ്ക്ലമേറ്ററി വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്തരം എക്സ്ക്ലമേറ്ററി വേർഡ്സുകളെയാണ് നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം വാക്കുകൾ, ഇത്തരം എക്സ്ക്ലമേറ്ററി വേർഡ്സുകളെ നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് വിളിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ദിസ് ടോപ്പിക്. പാർട്സ് ഓഫ് സ്പീച്ചിലെ നമ്മൾ 8 പാർട്ട് ഓഫ് സ്പീച്ചും ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ. So thank you all students for listening this class. Thank you.